Hi dears, welcome back. ഇന്ന് ഹാഫ് kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 kg റെസിപ്പി ഇതിന് കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കളർ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ. ഇതിൻ്റെ ബാക്കി ഭാഗം മൈദ വെച്ചിട്ട് ഇതേപോലെ നിറയെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു തവണ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 2 മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എഗ് വൈറ്റിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ യോക്കും നന്നായിട്ട് ഇതിൽ മിക്സായ ശേഷമാണ് അടുത്ത യോക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും 1 മിനിറ്റോളം നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ബീറ്റർ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പാല് ചേർക്കുന്നില്ല. ഇനി ഈ ബാറ്റർ ഒരു 6 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഗനാഷ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/3 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പിന് അടുപ്പിച്ചിട്ട് തന്നെ വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് രണ്ടും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗനാഷ് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗനാഷിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷമാണ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്കും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/3 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒന്ന് തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും വെറ്റ് ചെയ്ത ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ക്രീമിൻ്റെ ആവശ്യമില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് ആ ക്രംസ് ഒക്കെ ഉള്ളിലേക്ക് ആക്കുന്ന വിധത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി.
ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുകയാണ്. അതിനുശേഷമാണ് ഫൈനൽ കോട്ട് ക്രീം കൊടുക്കുന്നത്. ഇത് ബാക്കിയുള്ള ക്രീം മുഴുവനായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. സൈഡിൽ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടും കൂടിയുണ്ട്. അതിനുശേഷം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗനാഷ് തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. കേക്ക് മുഴുവനായിട്ട് ഗനാഷ് കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ ട്രിപ്പ് ചെയ്യുന്ന പോലെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഗനാഷ് വെച്ചിട്ട് മുകളിൽ ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത്. ആ ലൈൻ ചെയ്തതിൻ്റെ മുകളിലായിട്ട് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള സെയിം നോസിൽ വെച്ചിട്ട് ചെറിയ ചെറിയ സ്റ്റാർ പോലെ ഇവിടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ചെറിയ സ്റ്റാർ നോസിലാണ്. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 530 ഗ്രാമാണ് വരുന്നത്. 1 kg ചോക്ലേറ്റ് കേക്കിന് 600 രൂപക്കാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. റേറ്റ് പല സ്ഥലത്തും പല റേറ്റും ആയിരിക്കും. ഇതിന് 1/2 kg എന്ന് പറയുമ്പോൾ നേരെ ഹാഫും അതിൻ്റെ കൂടെ എക്സ്ട്രാ 50 രൂപയും കൂട്ടിയിട്ടാണ് വാങ്ങാറുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.